എനിക്ക് കണക്ഷൻ തരില്ല എന്ന് പറഞ്ഞ എയിനെ കൊണ്ടും അവരുടെ തന്നെ ഓവർസിയർമാരെയും ലൈമാനെയും കൊണ്ട് തന്നെയാണ് ഞാൻ ആ പോസ്റ്റ് കയറ്റിയിട്ട് ഞാൻ കറണ്ട് കമ്പി ഇതിങ്ങനെ വലിച്ചത് ഇങ്ങനെ കയറ്റി ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ ഞാൻ കൊണ്ടുവന്നത് കറണ്ട് കണക്ഷൻ മീറ്റർ ഞാൻ കണക്ട് ചെയ്തത്. അതുകൊണ്ട് അഭ്യാസം എൻ്റെ അടുത്തോട്ടും വേണ്ട. നിങ്ങളുടെ പ്രായമായ ആ കാർന്നോരില്ലേ മന്ത്രി, എഴുന്നേറ്റ് നടക്കാൻ രണ്ടുപേരുടെ സഹായം വേണ്ട മന്ത്രി ചിലപ്പോൾ ഒന്നും മിണ്ടത്തില്ലായിരിക്കും. കാരണം മിണ്ടിയ കാറ്റ് പോയാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും മന്ത്രി ചിലപ്പോൾ ഒന്നും മിണ്ടാത്തത്. ആ പ്രായമല്ല എനിക്ക്. നമസ്കാരം, ഞാൻ ബോസ്കോ കളമശ്ശേരി. ഇതാണ് എൻ്റെ തറവാട്, കണ്ട. അപ്പോൾ ഈ തറവാട് പണിയാനായിട്ട് ഞാൻ 13-ൽ അപേക്ഷ കൊടുത്തു. അപ്പോൾ പറഞ്ഞു വഴിയില്ല, ആനയില്ല, ചേനയില്ല എന്നൊക്കെ പറഞ്ഞു. അവസാനം വഴിയും കണ്ടെത്തി, പെർമിറ്റും കിട്ടിക്കഴിഞ്ഞപ്പോൾ KCB പറയുക, അയ്യോ മോനെ ഇനി ഞങ്ങൾക്ക് കറണ്ട് തരാൻ പറ്റൂല എന്ന് പറഞ്ഞ് എല്ലാവർക്കും കൊടുത്ത പോലെ എനിക്ക് തരാൻ പറഞ്ഞപ്പോൾ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കൊണ്ടുപോയി അടുത്ത കേസ് കൊടുത്തു. അവരുടെ തന്നെ കൺസ്യൂമർ ഗ്രീവൻസ് ഫോറത്തിൽ ഞാൻ കൊണ്ടുപോയി അടുത്ത കേസ് കൊടുത്തു. അപ്പോൾ എനിക്ക് കോടതി അവരുടെ തന്നെ മറ്റേ ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്നൊന്നുമല്ല, അവരുടെ തന്നെ കോടതിയിൽ നിന്ന് എനിക്ക് ഓർഡർ കിട്ടി. ആ ഓർഡറാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് ഈ പോസ്റ്റിൽ നിന്ന് എനിക്ക് അങ്ങോട്ട് കേബിൾ വലിച്ചു തരും. അവർ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കണത്. കണ്ടില്ലേ, 2 മണി 2:30 ആകുമ്പോഴത്തേനും അവരിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി പറഞ്ഞു തരാം. അവരെങ്ങനെയാണ് പോസ്റ്റിൽ കയറണമെന്ന് ലൈൻ കൊടുക്കണമെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞു തരാം. ഇതാണ് മറ്റേ 500 മീറ്ററില്ലേ, 500 യൂണിറ്റിന് മേളിൽ വരുമ്പോൾ 3 ടൈം വരില്ലേ. കഴിഞ്ഞ ദിവസം മറ്റേ മന്ത്രി പറഞ്ഞ ആ സാധനമാണ്. നമ്മുടെയൊക്കെ വീട്ടിലിരിക്കണ പഴയ മീറ്റർ, ഇതാണ് പുതിയ മീറ്റർ. ഉച്ചക്ക് രാവിലെ ഒരു താരിഫ്, ഉച്ചക്ക് വേറൊരു താരിഫ്, രാത്രിയാകുമ്പോൾ വേറെ താരിഫ്. ഇത് 3 താരിഫിലിരിക്കും. വീടിൻ്റെ ആധാരം KCB കൊണ്ടോ ഇല്ലെങ്കിൽ ഭാഗ്യം. ഇത് നമുക്കൊന്നും ബാധകമില്ല. അല്ല എൻ്റെ കയ്യിലൊക്കെ ഇലക്ട്രിക് വണ്ടിയാണ്. അല്ല എന്നാലും 500 ഉണ്ടെന്ന് നമുക്ക് 2 പറ്റും. എനിക്ക് തന്നെ 9,000 രൂപ 10,000 രൂപ കറണ്ട് ബില്ലാണ് വീട്ടിലൊക്കെ. 1000 550 വെച്ച് 2.5 അല്ല 2.25 കണ്ട കറണ്ട് കണക്ഷൻ കണ്ട. വോൾട്ടേജ് 244-45 വോൾട്ടൊക്കെ ഉണ്ട്. കണ്ട ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു സർവീസ് വയർ ഇങ്ങനെ എടുത്ത് തരാനാണ് അവർ ലോകത്തുള്ള നിയമങ്ങൾ മുഴുവൻ എന്നെ പറഞ്ഞു പഠിപ്പിച്ചത്. ആ നിയമം പറഞ്ഞ ഞാൻ അവരുടെ തന്നെ CJRF കൊണ്ടുപോയിട്ടാണ് പെറ്റീഷൻ കൊടുത്തത്. അപ്പോഴാണ് എനിക്ക് അനുകൂലമായിട്ട് ഓർഡർ വന്നത്. ലോകത്ത് ഇല്ലാത്തൊരു നിയമമാണ് പറയുന്നതെങ്കിൽ ശരി, അതൊന്നുമല്ല. ഒരു സർക്കാർ സംവിധാനം അല്ലെങ്കിൽ സർക്കാരിന് 1-ാം വട്ടവും 2-ാം വട്ടവും ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന് അഴിമതി കാണിച്ചാലും എന്ത് കാണിച്ചാലും ആരും പ്രതികരിക്കൂല, അല്ലെങ്കിൽ ഭരണസമിതിയിലുള്ളവർ പോലും മിണ്ടൂല. അതുമല്ലെങ്കിൽ പ്രായമായി നടക്കാൻ പോലും പറ്റാത്ത KCBയുടെ മന്ത്രി ഒന്നും മിണ്ടൂല എന്നുള്ള ധാർഷ്ട്യമൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. എനിക്ക് കണക്ഷൻ തരില്ല എന്ന് പറഞ്ഞ എയിനെ കൊണ്ടും
അവരുടെ തന്നെ ഓവർസിയർമാരെയും ലൈമാനെയും കൊണ്ട് തന്നെയാണ് ഞാൻ ആ പോസ്റ്റ് കയറ്റിയിട്ട് ഞാൻ കറണ്ട് കമ്പി ഇതിങ്ങനെ വലിച്ച് ഇങ്ങനെ കയറ്റി ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ ഞാൻ കൊണ്ടുവന്ന് കറണ്ട് കണക്ഷൻ മീറ്റർ ഞാൻ കണക്ട് ചെയ്തത്. അതുകൊണ്ട് അഭ്യാസം എൻ്റെ അടുത്തോട്ടും വേണ്ട. നിങ്ങളുടെ പ്രായമായ ആ കാർന്നോരില്ലേ മന്ത്രി, എഴുന്നേറ്റ് നടക്കാൻ 2 പേരുടെ സഹായം വേണ്ട മന്ത്രി ചിലപ്പോൾ ഒന്നും മിണ്ടത്തില്ലായിരിക്കും. കാരണം മിണ്ടിയ കാറ്റ് പോയാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും മന്ത്രി ചിലപ്പോൾ ഒന്നും മിണ്ടാത്തത്. ആ പ്രായമല്ല എനിക്ക്. ഇനിയൊരു അംഗത്തിനുള്ള ബാല്യം കൂടി എനിക്കുണ്ട്. അതുകൊണ്ട് ഇങ്ങോട്ട് ബുദ്ധിമുട്ടിച്ചാൽ തിരിച്ച് ബുദ്ധിമുട്ടിക്കാനുള്ള വിദ്യയൊക്കെ ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അത് ഓർത്തിട്ട് ഇറങ്ങുന്നതായിരിക്കും നല്ലത് എന്ന് മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.